Hi, I'm Dr. Tania, psychologist ആണ്. ലെറ്റ് മീ ടെൽ യു ഹൗ മലയാളീസ് ഫീൽ അബൌട്ട് അഡിക്ഷൻ. പലർക്കും അഡിക്ഷൻ എന്നത് വെറും ഒരു ബാഡ് ഹാബിറ്റ് ആണെന്ന് തോന്നാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് അതിലും കൂടുതലാണ്. അഡിക്ഷൻ എന്നതൊരു ക്രോണിക് കണ്ടീഷനാണ്. അതായത് നമ്മുടെ ബ്രെയിൻ, ബിഹേവിയർ, ഇമോഷൻസ് എല്ലാം തന്നെ ഇൻവോൾവ് ആവുന്ന ബാധിക്കപ്പെടുന്നൊരവസ്ഥ. ഒരു വ്യക്തിക്ക് ഒരു സബ്സ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ആയിരിക്കാം, അതിലേക്ക് റിപ്പീറ്റഡ്ലി തിരികെ പോകാനുള്ളൊരു സ്ട്രോങ് ഏർജ് ഉണ്ടാകുമ്പോൾ, അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അത് അഡിക്ഷനായി മാറും. ഉദാഹരണത്തിന് ആൽക്കഹോൾ, ഡ്രഗ്സ്, സ്മോക്കിംഗ്, ഗെയിമിംഗ്, സോഷ്യൽ മീഡിയ യൂസ് ഇവയെല്ലാം അഡിക്ഷനായി മാറാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ഫാക്ടേഴ്സ് എല്ലാം ഒരേപോലെ പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമൈൻ എന്ന കെമിക്കൽ റിലീസാവുന്നത് പ്ലഷർ ഫീൽ ചെയ്യാൻ സഹായിക്കുന്നു. ഒരു വ്യക്തി റിപ്പീറ്റഡായി ഒരു ബിഹേവിയർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഉപയോഗിക്കുമ്പോൾ ബ്രെയിനിലേക്ക് ഡോപ്പമൈൻ കൂടുതൽ വരുന്നതായിരിക്കും. ബ്രെയിൻ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതേ ഫീലിംഗ് കിട്ടാൻ കൂടുതൽ എമൗണ്ട് ഓഫ് ഡോപ്പമൈൻ അല്ലെങ്കിൽ കൂടുതൽ ടൈം ആ ഒരു പർട്ടിക്കുലർ ആക്ഷനിൽ എൻഗേജ് ചെയ്യേണ്ടി വരും. ഇതാണ് ടോളറൻസ് എന്ന് പറയുന്നത്. അഡിക്ഷൻ ഒരു വ്യക്തിയുടെ മൈൻഡിനെയും ഇമോഷനെയും ലൈഫിനെയും വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും. മെൻ്റലി ഫോക്കസ് കുറയാം, ക്ലാരിറ്റി കുറയാം, ഇമോഷണലി മൂഡ് സ്വിങ്സ്, ആങ്സൈറ്റി, ഇറിറ്റബിലിറ്റി എല്ലാം വരാം. എനർജി ലെവൽ കുറയുകയും ഡെയിലി ഫങ്ഷനിങ് ഇറ്റ് സെൽഫ് അഫക്റ്റഡ് ആവുകയും ചെയ്യും. ലൈഫിൽ റിലേഷൻഷിപ്സ്, വർക്ക് പെർഫോമൻസ്, പേഴ്സണൽ ഗ്രോത്ത് എല്ലാം മെല്ലെ മെല്ലെ ഇമ്പാക്റ്റ് ചെയ്യും. പലർക്കും അഡിക്ഷൻ ഉണ്ടെന്ന് തിരിച്ചറിയാൻ ഇനീഷ്യലി ബുദ്ധിമുട്ടാകും. പക്ഷേ ചില കോമൺ സൈൻസ് ഉണ്ടാകാം. കൺട്രോൾ നഷ്ടപ്പെടുന്നത്, ഡെയിലി റെസ്പോൺസിബിലിറ്റീസ് ഇഗ്നോർ ചെയ്യുന്നത്, വിഡ്രോവൽ സിംറ്റംസ് അനുഭവപ്പെടുന്നത്, റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരുന്നത് ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ട വാർണിംഗ് സിഗ്നൽസ് ആണ്. അഡിക്ഷൻ ഒരു ചോയ്സ് അല്ല, അതൊരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ വിൽ പവർ ഇല്ലാത്തത് എന്ന രീതിയിൽ കാണാതെ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയി കാണേണ്ടതാണ്. ഹെൽപ്പ് തേടുന്നത് വളരെ നോർമലാണ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏർലി സ്റ്റേജിൽ തന്നെ സപ്പോർട്ട് ലഭിച്ചാൽ റിക്കവറി പ്രോസസ്സ് വളരെ ഈസിയാകും. ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസായി കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ബിഹേവിയർ തെറാപ്പി, സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഇവ എല്ലാം ഉപയോഗിക്കുന്നു. ഓരോ വ്യക്തിയുടെയും സിറ്റുവേഷൻ വ്യത്യസ്തമാണ്. അതിനാൽ പേഴ്സണലൈസ്ഡ് അപ്രോച്ച് വളരെ പ്രധാനമാണ് അഡിക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ. ഫൈനലി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഷെയിം ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. അവെയർനെസ്, ആക്സെപ്റ്റൻസ് ആൻഡ് സീക്കിംഗ് ഹെൽപ്പ് ഇവയാണ് റിക്കവറിയുടെ ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങൾക്കോ നിങ്ങളറിയുന്ന ഒരാൾക്കോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. ഇതിനായി മലയാളികൾക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന കൗൺസിലിംഗ് പ്ലാറ്റ്ഫോമാണ് കൂട്ട്. സേഫായ, ജഡ്ജ്മെൻ്റ് ഇല്ലാത്ത ഒരിടത്തിൽ ഹെൽപ്പ് തേടുന്നത് ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്ന മലയാളി തെറാപ്പിസ്റ്റുകളാണുള്ളത്. 749 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാക്കേജസ് വഴി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള സമയം തിരഞ്ഞെടുക്കാം. ഇതിനായി ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സൈക്കോളജിസ്റ്റിനെ തിരഞ്ഞെടുത്ത് ആദ്യ സെക്ഷൻ ബുക്ക് ചെയ്യാം. പിന്നീട് ഓൺലൈൻ കൺസൾട്ടൻസിയിലൂടെ തെറാപ്പിസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ്സ് ഞങ്ങൾ ട്രാക്ക് ചെയ്യുകയും ആവശ്യമായ സപ്പോർട്ട് തുടർച്ചയായി നൽകുകയും ചെയ്യും. കൂട്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ എപ്പോഴും അടുത്തുണ്ട്. കൂട്ടിനുണ്ട് കൂട്ട്.